ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിൽ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അഭിയാണെങ്കിൽ സച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്ന് സാറേ, 16ന്റെ പണിയെ കിട്ടിയത്. പാമ്പ് എവിടേക്ക് പോയെന്ന് അറിയില്ല. പാമ്പിന് എവിടെയെങ്കിലും കാണുന്നുമില്ല. പൂജാ റൂമിൽ വെച്ചതാ. ഇപ്പൊ എവിടെ പോയെന്ന് അറിയില്ല. എൻ്റെ അഭി എന്ത് മണ്ടത്തരവോ കാണിച്ചത്. കൂടെ നന്നായിട്ട് മൂടണ്ടായിരുന്നോ? ആ പാമ്പിന് ഏതൊക്കെ വഴി നിങ്ങളുടെ വീട്ടിലെ റൂമിലേക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല സാറേ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മര്യാദയ്ക്ക് പൂട്ടി വെച്ചതാ. ഇതിപ്പോൾ വല്ലാത്തൊരു കഷ്ടമായല്ലോ. ഹോ, ആ പാമ്പിന് എവിടെയുണ്ടോ ആവോ. ഹോളാണ്. പൂജാ റൂം കഴിഞ്ഞാൽ പിന്നെ ഹോള് കഴിഞ്ഞാൽ കിച്ചൺ. എങ്ങോട്ടേക്ക് പോകുമെന്ന് ഒരു പിടിയില്ല. അപ്പോഴേക്കും പാമ്പ് നേരെ വരിക. പാമ്പിന്റെ വരവ് കണ്ടതും അഭി പേടിച്ചു. സാറേ, പാമ്പ് വരുന്നുണ്ട്. അത് കേട്ടതും എവിടെയാ വരുന്നേ? പൂജാമുറിയിൽ നിന്ന് നേരെ എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ഈശ്വര, എന്നാ പിന്നെ പെട്ടെന്ന് അതിനെ കൊല്ലാൻ നോക്ക്. ആ ശരി സാർ, എന്നാ പിന്നെ ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അഭി ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം എന്നിട്ട് പാമ്പ് പാമ്പ് എന്നും പറഞ്ഞ് അഭി ഒച്ചത്തിൽ വിളിക്കുക. അത് കണ്ടതും എല്ലാവരും ഓടി വന്നു. എന്തു പറ്റി? ദേ വലിയ പാമ്പ് എന്നും പറഞ്ഞ് അഭി എല്ലാവരും വിളിച്ചു കൂട്ടി. ഈ സമയം പാമ്പിനെ കണ്ടതും എല്ലാവരും പേടിച്ചിങ്ങനെ നിൽക്കുക. അത് മൂർഖനാ. അയ്യോ, ഇനി എന്ത് ചെയ്യും? ഈ സമയം നയനയും പാമ്പിനോട് എന്താ പറയുക, ദൈവത്തിനോടൊക്കെ ഇത്തിരി ബഹുമാനവും നല്ല ഭക്തിയൊക്കെ ഉള്ളതുകൊണ്ട് നയനയ്ക്ക് പാമ്പിനെ കണ്ടപ്പോൾ അത്ര പേടിയായില്ല. അത് മൂർഖനാണെങ്കിലും അതുങ്ങൾക്കും മനസ്സുണ്ട്. എന്തായാലും അതിനെ തല്ലും കൊല്ലുമൊന്നും വേണ്ട. അത് പൊയ്ക്കോളും, അത് പൊയ്ക്കോട്ടെ എന്നൊക്കെ പറയാ. ഈശ്വര, ഇവളെയാണോ പാമ്പിനെ കൊണ്ട് കൊത്തിക്കാൻ വിട്ടത്? ഇവൾക്ക് ഒരു പേടിയില്ലല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുക. എൻ്റെ നയനമോളെ, അതിൻ്റെ അടുത്തേക്ക് പോകണ്ട. ഞാൻ പോകുന്നില്ലമ്മേ. അത് അതിൻ്റെ പാട്ടിന് പോയിക്കോട്ടെ. അതിനെ ഒന്നും ചെയ്യണ്ട. അതിനതിൻ്റെ പാട്ടിന് വിട്ടാലും അത് വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ കയറില്ലെന്ന് ആര് കണ്ടു? നമ്മുടെ ചെടികൾക്കിടയിൽ പതുങ്ങിയിരുന്ന് നമ്മുടെ വീട്ടിലുള്ളവരെ കൊല്ലില്ലെന്ന് ആര് കണ്ടു? അത് കേട്ടത് അങ്ങനെയൊന്നും അത് ചെയ്യില്ലമ്മേ. നമ്മളൊക്കെ ദൈവത്തെ വിളിക്കുന്നവരാ. ഭക്തരെ പാമ്പുകൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഭക്തരെ പാമ്പുകൾ ഒന്നും ചെയ്യില്ല. അമ്മ സമാധാനമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ദേവയാനിയെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം നമ്മുടെ ദേവയാനിക്കാണെങ്കിൽ നല്ല പേടിയാ. അങ്ങനെ പാമ്പിനെ എന്തൊക്കെയോ ചെയ്തു. പിന്നെ പാമ്പ് അതിൻ്റെ പാട്ടിന് പോവുകയോ ഇനി അതിനെ തല്ലിക്കൊന്നോ എന്നൊന്നും അറിയില്ല. ഈ സമയം ജലജയാണ് കാണിക്കുന്നത്. എടാ മണ്ട, എന്ത് പണിയാടാ കാണിച്ചത്? ആ പാമ്പിനെ കണ്ടതും അതിനെടുത്ത് നയനയുടെ റൂമിൽ ഇടായിരുന്നില്ലേ? എന്നിട്ട് വേണം അത് എന്നെ കൊത്താൻ. ഭാഗ്യം കൊണ്ടാ അതിനെ ഞാൻ കണ്ടത്. ഇല്ലായിരുന്നെങ്കിൽ ആ പാമ്പ് നമ്മുടെ ആരെങ്കിലും റൂമിലേക്ക് പോയിരുന്നെങ്കിൽ പണി കിട്ടിയാനായിരുന്നു. അത് ശരിയാ. പിന്നെ നയനെ ആ പാമ്പ് കൊത്തിയില്ലല്ലോടാ. അവളെ കൊത്തു എന്ന് കരുതിയിരുന്നതാ. അമ്മ കണ്ടതല്ലേ, അവൾക്ക് ആ പാമ്പിന് ഒരു പേടിയില്ല. അങ്ങനെ അവൾ ആ പാമ്പിനെ പൂജാമുറിയിൽ കണ്ടിരുന്നെങ്കിൽ അതിനെ എടുത്ത് അവള് ഉമ്മ വെച്ച് പറഞ്ഞു വിട്ടാനെ. അത്രയ്ക്കും പേടിയില്ല അവൾക്ക്. പേടിയില്ലെങ്കിലും എടാ, പാമ്പുകൾക്ക് വിവരമൊന്നുമില്ലടാ. അതിനറിയില്ല. പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്താറുണ്ട് പാമ്പെന്ന് കേട്ടിട്ടില്ലേ? നയനെ എത്രയൊക്കെ സ്നേഹിച്ചാലും നയനയുടെ സ്നേഹം ആത്മാർത്ഥമാണെന്നൊന്നും പാമ്പിനറിയില്ലെന്നേ. അതുകൊണ്ട് പാമ്പ് ചിലപ്പോൾ കൊത്തേണ്ട സമയത്ത് തന്നെ കൊത്തും. അതായത് പാമ്പ് ചിലപ്പോൾ അവളെ കൊത്തിയാനേ. ഇനി ഈ പാമ്പ് പ്രയോഗം വേണ്ട. കയ്യിലിരുന്ന കുറേ കാശും പോയി. പാമ്പാണെങ്കിൽ ആരെയിട്ട് കൊത്തിയുമില്ല. അതിൻ്റെ ജീവൻ പോവുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക. സാരമില്ലടാ, ഈ പ്രയോഗം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയോഗം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്തായാലും നമുക്ക് നോക്കാം ഇനി എങ്ങോട്ടാ പാമ്പിൻ്റെ പോക്കെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. നന്ദു കടുത്ത തീരുമാനം എടുത്തിരിക്കുക. എന്തായാലും ഇന്ന് അഭിയെ അറസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് നീട്ടിക്കൊണ്ടുപോയ കാര്യങ്ങൾ വഷളാവും എന്നും ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ നടക്കുക. ഈ സമയം നന്ദു നയനെ ഫോൺ വിളിച്ചു. ഹലോ നയനേച്ചി. എന്താ മോളെ? ചേച്ചി ഇന്ന് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരും അഭിയെ അറസ്റ്റ് ചെയ്യാൻ. മോള് വരുന്നതിൽ ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നവ്യേച്ചിയെ എന്തു പറഞ്ഞ് മനസ്സിലാക്കും? അഭിയെ മോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നവ്യേച്ചി അത് തടക്കും. അങ്ങനെ തടഞ്ഞാൽ എന്ത് ചെയ്യും? അത് കേട്ടതും തടയുന്നെങ്കിൽ തടയട്ടെ ചേച്ചി. പക്ഷേ എനിക്ക് അവനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവൻ ചെയ്തത് നിസ്സാര തെറ്റുകളല്ല, വളരെ വളരെ വലിയ തെറ്റുകളാണ്. ആ തെറ്റുകളൊന്നും മറക്കാനോ പൊറുക്കാനോ കഴിയാത്തതാ. അവൻ ചെയ്ത ഓരോ തെറ്റുകളും മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്തതാ. എന്തുകൊണ്ടും അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് എൻ്റെ കയ്യിൽ തെളിവ് സഹിതമുണ്ട്. അതെല്ലാം ചേച്ചിയെ കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു രക്ഷയുമില്ല. അഭിയെപ്പോലെ ഒരുത്തൻ അനന്തപുരിയിലുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ ആപത്താണ്. അതറിഞ്ഞു വേണം ചേച്ചി പ്രവർത്തിക്കാൻ. എന്തായാലും ചേച്ചി ഇനിയിപ്പോൾ അവനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ചേച്ചിയുടെ കാര്യം ഓർത്തും ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. ഇനിയൊരു ക്രിമിനൽ അനന്തപുരിയിൽ ഉണ്ടാകാൻ പാടില്ല. അവനെ പോലെ ഒരു ക്രിമിനലിനെ മുന്നേ തന്നെ പൂട്ടി ജയിലിലടയ്ക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും. ശരി മോളെ, എന്തായാലും ഇനിയിപ്പോൾ
പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ അറസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ ചെയ്തോ. ആദർശേട്ടൻ എന്താ പറയുന്നത്? എല്ലാ സഹായവും ആദർശേട്ടൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അനഘയെ ഉപദ്രവിച്ചത് മാത്രമല്ല, ഈ വിത്തൗട്ട് ബില്ലില് മൂർത്തീസ് ജ്വല്ലറിയെ ചതിച്ച് കള്ളക്കടത്ത് സ്വർണം വിൽക്കാൻ കാണിച്ച അവന്റെ ആ ക്രിമിനൽ തരം ഉണ്ടല്ലോ, അതൊരിക്കലും ആദർശേട്ടന് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. മൂർത്തീസ് ജ്വല്ലറിയോട് ആര് തരികിട കാണിച്ചാലും അവരെ ഒന്നും വെറുതെ വിടില്ല എന്നും ആദർശേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അബിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഫുൾ സപ്പോർട്ടും ആദർശേട്ടൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി. എന്നാ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ദേ നവ്യ ചേച്ചിയെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം മോളെ. ഇല്ലെങ്കിൽ ചേച്ചിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, തളർന്നു പോവുക പാവം. സാരല്ലേ ചേച്ചി, എന്നായാലും അവനെക്കുറിച്ചെല്ലാം അറിയേണ്ടതല്ലേ. ചേച്ചിയോട് അവനൊരു തുള്ളി സ്നേഹമില്ല. ഇപ്പോഴത്തെ അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് അവൻ ചേച്ചിയെ താങ്ങി പിടിച്ചിരിക്കുന്നത്. ചേച്ചിയെ താങ്ങി പിടിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ചേച്ചി നമുക്കെതിരെ തിരിയുമെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെയാണ് അവനെ എന്തായാലും ചേച്ചിയെ അവൻ എന്തായാലും കൂടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എന്തിനാ ചേച്ചി, അവനൊരു അവസരം കിട്ടിയാൽ ചിലപ്പോൾ നമ്മുടെ ചേച്ചിയുടെ കുഞ്ഞിനെയും അവൻ ഇല്ലാതാക്കും. അവനെപ്പോലെ ഒരുത്തനെ നമുക്ക് വേണോ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ആകെ ടെൻഷൻ അടിക്കുക. ശരി മോള് വാ, യൂണിഫോത്തിലാണോ വരുന്നേ? അതെ ചേച്ചി, ഞാൻ യൂണിഫോമിൽ തന്നെയാണ് വരുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ പോരെ? ശരി. അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തു. ഈ സമയം നന്ദു അവിടേക്ക് ചെല്ലാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുകയാണ്. ഈ സമയം നമ്മുടെ നയന ആദർശിനോട് വിവരങ്ങൾ പറയുക. ആദർശേട്ടാ, ഇപ്പം തന്നെ നന്ദു വരും. അബിയെ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകാൻ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? എന്ത് പ്രശ്നം? അവൻ മുന്നേ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരട്ടെ. അനഘയെ പറ്റിച്ചത് മാത്രമല്ല, അനഘയെ പോലെ എത്രയോ പെൺകുട്ടികളുടെ ജീവൻ അവൻ ഇല്ലാതാക്കിയിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതം ഇല്ലാതാക്കി അവരുടെയൊക്കെ ചതിച്ച ഒരുത്തനാണ് ഈ അബി. അങ്ങനെയുള്ളപ്പോൾ അവനെ വെറുതെ വിടരുത് നയനെ. അവനെ പോലെ ഒരുത്തൻ കാണിച്ച കള്ളത്തരം ഉണ്ടല്ലോ, അത് പുറത്തു കൊണ്ടുവരണം. അതൊന്നുമല്ല, എൻ്റെ പേടി നവ്യേച്ചിയെ കുറിച്ച് ഓർത്തിട്ടാ. അവനെ ഉള്ളം കൈ താങ്ങി നടക്കുക ചേച്ചി. ഇപ്പോൾ ചേച്ചി ഇതറിഞ്ഞ ചേച്ചിക്ക് ഇത് സഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സഹിക്കാൻ പറ്റില്ലെങ്കിൽ സഹിക്കണ്ട. അവൾ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്? ചന്തമോളുടെ അച്ഛൻ ഞാനാണെന്ന് കരുതി അവൾ എന്നെ എന്തൊക്കെ അപമാനിച്ചിട്ടുണ്ട്. സാരമില്ല, അതൊക്കെ നമ്മൾ ക്ഷമിച്ചു. നമ്മളാണ് ചന്തമോളുടെ അച്ഛനും അമ്മയെന്നും പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിച്ചതുകൊണ്ടാണ് അങ്ങനെ നടന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ സത്യങ്ങൾ അറിയാമെങ്കിലും അവൾ ഇപ്പോഴും എന്നെ വിമർശിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയായാലും അവൻ ചെയ്ത തെറ്റ് നവ്യയ്ക്ക് അറിയില്ലല്ലോ. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ താങ്ങി പിടിക്കുന്നതൊക്കെ അവളങ്ങ് അവസാനിപ്പിക്കും. അതല്ല ആദർശേട്ടൻ എൻ്റെ പേടി. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ചേച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുന്ന പേടി. ജീവിക്കാൻ പഠിക്കണം. ഒരു വൃത്തിയായിട്ടവൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് അന്തസ്സായിട്ട് ജീവിക്കുന്നതാ. അങ്ങനെ നവ്യയ്ക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. അബിയെ കല്യാണം കഴിച്ചു എന്നതിൻ്റെ പേരിൽ അവൻ അവളെ ഇട്ടേച്ച് പോവുകയാണെങ്കിൽ, അവൻ്റെ ക്രിമിനൽ തരമെല്ലാം അവൾ അറിഞ്ഞ് അവനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ അവൾ ജീവിക്കും, രാജകുമാരിയെ പോലെ. പക്ഷെ പുറത്തു പോകേണ്ട ഒരുത്തൻ ഇവിടെയുണ്ട്. അത് അബിയായിരിക്കും. അബിയില്ലാതെ ചേച്ചിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ ആദർശേട്ടാ? അവനിങ്ങോട്ട് വലിഞ്ഞു കയറി വന്നവനാ. അതുകൊണ്ട് തന്നെ അവൻ ഏത് നിമിഷവും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. എന്നാൽ നവ്യയ്ക്ക് അതിന് സാധിക്കില്ല. നവ്യയെ അങ്ങനെ ഇറക്കി വിടത്തുമില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കും. ആ കുഞ്ഞിനെ നമ്മൾ പൊന്നുപോലെ നോക്കും. എന്താ പോരെ? അബിയുടെ മകനാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അച്ഛനില്ല എന്നും പറഞ്ഞ് ജീവിക്കുന്നതായിരിക്കും നേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഉപദേശിക്കുകയാണ്. ഈ സമയം ദേവയാനിയും വിവരങ്ങൾ അറിയുക. എല്ലാം അറിഞ്ഞ് ദേവയാനിയും ഭയങ്കര കടുത്ത ദേഷ്യത്തിൽ തന്നെ ഇരിക്കുക. ഇതേ സമയം നന്ദുവിൻ്റെ ജീപ്പെത്തി. ജീപ്പ് കണ്ടതും എല്ലാവരും ദേ അവള് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഹായ്, എൻ്റെ നന്ദു പോലീസ് വേഷത്തിലാണല്ലോ. എന്നാലും ഇവള് സുന്ദരിയാ. ഏത് വേഷം ധരിച്ചാലും നന്ദു അടിപൊളിയാ. അപ്പം നന്ദുവിൻ്റെ സീരിയസ്നെസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. അബിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നാണല്ലോ, അതുകൊണ്ട് അനി അവിടെ മാറി നിൽക്കുക. ഈ സമയം എല്ലാവരും കൂടി ചോദിക്കുക, എന്താ മോളെ പോലീസ് വേഷത്തിൽ? അത് ജാനകിയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ട്. മുത്തശ്ശ, ഇവിടെ നിന്നും ഒരു പരാതി തന്നിട്ടുണ്ടായിരുന്നു. വിത്തൗട്ട് ബില്ലിൽ സ്വർണം കൊടുത്തു. അത് അബിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ അതിൻ്റെ പിന്നിൽ കള്ളക്കടത്ത് സ്വർണം മൂർത്തീസ് ജ്വല്ലറിയിലേക്ക് വന്നതും അതൊരുക്കി വിത്തൗട്ട് ബില്ലിൽ സ്വർണം കൊടുത്തതും അവിടെ കള്ളത്തരം കാണിച്ചതും എല്ലാം ഓരോന്നോരോന്നായി തെളിഞ്ഞു കഴിഞ്ഞു. മുത്തശ്ശൻ അന്ന് പരാതി കൊടുത്തതിൽ പരാതി ഏറ്റെടുത്തിരുന്നത് വേറൊരു SI ആ SI ട്രാൻസ്ഫർ ആയിപ്പോയി. ഇപ്പോൾ എനിക്കായിരുന്നു ആ അന്വേഷണം. അത് പൂർത്തിയായി. സകല തെളിവുകളും കണ്ടുപിടിച്ചു. അതിൽ ഒന്നാം പ്രതി ഈ വീട്ടിലെ അബിയാണ്. അതുകൊണ്ട് അബി അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. അത് കേട്ടതും ജലജ, അവള് വന്നിരിക്കുക.
പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് എൻ്റെ മോൻ്റെ തലയിൽ ഓരോ കുറ്റങ്ങൾ കണ്ടുവച്ച് ഇങ്ങനെ എൻ്റെ മോനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഇവിടെ ആരെങ്കിലും നിനക്ക് പറഞ്ഞു തന്നോടി? അത് കേട്ടതും ജലജെ മര്യാദയ്ക്ക് സംസാരിക്കും. മോള് ഈ കുടുംബത്തിലെ ഒരു അംഗമാണെങ്കിലും ഇപ്പൊ മോള് യൂണിഫോം ഇട്ടാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ റെസ്പെക്റ്റും മര്യാദയും പോലീസ് യൂണിഫോമിന് കൊടുക്കണം. നിനക്കെന്താ ബോധവും വിവരമൊന്നും ഇല്ലേ? അത് കേട്ടതും അച്ഛ ഇവള് പറയുന്നത് കേട്ടില്ലേ? എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ. നീ കൂടുതൽ നല്ലവളെന്നാവണ്ട. നിന്റെ മോനെ നല്ലവനാക്കുകയേ വേണ്ട. അവനെ വിളിക്ക് അബിയെ. അപ്പോഴേക്ക് അബി വന്നു. എന്താ മുത്തശ്ശ? ജ്വല്ലറിയിൽ നടന്ന സകല കള്ളത്തരങ്ങൾക്കും കാരണക്കാരൻ നീയാണല്ലേ? കള്ളക്കടത്ത് സ്വർണം വന്നതും വിത്തൗട്ട് ബില്ലിൽ സ്വർണം വിറ്റതും സ്വർണ്ണപ്പണിക്കാരന്റെ മനസ്സ് മാറ്റിയതും അയാളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടുകൊടുത്തതും ആദ്യം കേസ് അന്വേഷിച്ച പോലീസുകാരനോട് സംസാരിച്ചതും അയാൾക്ക് മാസം ലക്ഷങ്ങൾ കൊടുത്തതും ഒക്കെ ഡീറ്റെയിൽസ് തെളിവ് സഹിതം നന്ദു പൊക്കിയിട്ടുണ്ട്. എടാ ഈ വീട്ടിലേക്ക് അനാഥയായി വന്ന ജലജയെ പൊന്നു പോലെ നോക്കിയെന്നുള്ളത് തെറ്റാണോ ഞങ്ങൾ ചെയ്തത്? നിന്നെയും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളായിട്ട് വളർത്തിയതാണോ ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്? എന്തായാലും ഇനി അത് നടക്കില്ല. ഇതുപോലുള്ള തെറ്റുകൾ ഒരു സമ്മതിച്ചു തരാൻ ഈ മുത്തശ്ശനും ഈ അനന്തമൂർത്തിക്കും ആദർശിനും ജയനും ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോമോളെ. അത് കേട്ടത് നവ്യ പറ്റില്ല. എന്തൊക്കെയാ നിങ്ങളീ പറയുന്നേ? എന്ത് തെറ്റ് ചെയ്താലും എൻ്റെ അബിയുടെ തലയിലാണോ എല്ലാം? തെറ്റ് ചെയ്തത് അബിയാണ് ചേച്ചി. അതിനുള്ള തെളിവുകളും സാക്ഷിമൊഴികളുമുണ്ട്. ഇവനെതിരെയുള്ള എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഇവനെ വെറുതെ വിടാൻ പറ്റില്ല ചേച്ചി. ഇവനെന്നോ? എടി ഇത് നിന്റെ ചേട്ടനാ, ഞാൻ നിന്റെ ചേച്ചിയും. അങ്ങനെയുള്ളപ്പോ അബി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ എന്നോട് ചോദിക്കണ്ടായിരുന്നോ? ചേച്ചി പോലീസ് യൂണിഫോം അണിഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്നത് സ്വന്തം അമ്മയാണെങ്കിൽ പോലും അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ശപഥം എടുത്തിട്ടേ ഞങ്ങൾ യൂണിഫോം ഇടാറുള്ളൂ. അതുകൊണ്ട് ഇവിടെ പ്രതി അബി ആയതുകൊണ്ട് ചേച്ചി അവനോട് എനിക്ക് സഹതാപം കാണിക്കാൻ പറ്റുമൊന്നുമില്ല. ഇനി അബിയല്ല മുത്തശ്ശനാണെങ്കിലും അത് ആദർശേട്ടനാണെങ്കിലും ഞാൻ അറസ്റ്റ് ചെയ്യേണ്ട വന്നാൽ ചെയ്തിരിക്കും. ഇത് എൻ്റെ ജോലിയുടെ ഒരു ഭാഗമാണ്. അവക്കടെ ഒരു ഒടുക്കത്തെ ജോലി. ലോകത്ത് വേറെ ആർക്കും ഇല്ലല്ലോ ഈ ജോലി. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നീ ഈ ജോലി അങ്ങ് രാജിവെക്ക്. അങ്ങനെ ഇവനെ പോലെ ഒരു ക്രിമിനലിന് വേണ്ടി എനിക്ക് ജോലി രാജിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഞാൻ ചെയ്യത്തുമില്ല. ഇവനെ അറസ്റ്റ് ചെയ്യുന്നത് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. അത് ഞാൻ ചെയ്തിരിക്കും എന്നും പറഞ്ഞ് നന്ദു അബിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് അങ്ങോട്ട് വലിച്ച് പോലീസുകാരുടെ കയ്യിലേക്ക് കൊടുക്കുക. ഈ സമയം അങ്ങനെയാണെങ്കിൽ ആദർശേട്ടനെ കൂടെ അറസ്റ്റ് ചെയ്യും. എന്തിന്? അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയെ ചതിച്ച് അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്തേനെ. അതിന് ആദർശേട്ടൻ ഇപ്പോൾ അനഘയെ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ ചന്തുമോളെയും ഏറ്റെടുത്ത് നോക്കുന്നുണ്ട്. അനഘയ്ക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലം ഇവിടെ ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ സ്വർണം കളവ് പോയതിന് ഞങ്ങൾക്ക് പരാതി തന്നിട്ടുണ്ട് ആദർശേട്ടനും മുത്തശ്ശനും. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇവരെ കൊണ്ടുപോകും എന്നും പറഞ്ഞുകൊണ്ട് ജീപ്പിൽ കയറ്റി പോവുക. ഈ സമയം എൻ്റെ മോനെ കൊണ്ടുപോയി അവൾ മനഃപൂർവ്വം ചെയ്തതാ, ഇവിടെയുള്ളവൾ മനഃപൂർവ്വം ചെയ്യിച്ചതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ നെഞ്ചത്തടിച്ച് കരയുക. നിന്റെ മോൻ ആദ്യം നന്നാവട്ടെ, എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറ ജലജ എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയും കുറ്റപ്പെടുത്തുക. ഈ സമയം നവ്യാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. അപ്പോഴേക്കും നന്ദു അബിയുടെ കൂമ്പിടിച്ച് വാട്ടുക. അബിയെ കുനിച്ച് നിർത്തി മുട്ടുകാല് കൊണ്ട് വയറ്റത്തിട്ട് കുത്തുക. സത്യം പറയടാ, എടാ നീ അല്ലേടാ ഇത് ചെയ്തത്? തെളിവുകളൊക്കെ നിനക്കെതിരാണ്. അങ്ങനെയുള്ളപ്പോ നീ ഇങ്ങനെ പറയുന്നത്, നീ തെളിവുകളൊക്കെ നിനക്ക് അനുകൂലമാണ്. നീയാണ് തെറ്റ് ചെയ്തതെന്ന് എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അയ്യോ അതൊക്കെ ഉണ്ടാക്കിയെടുത്തതാ മേഡം. നീ എന്നെ മേഡം എന്നൊന്നും വിളിക്കണ്ട, നന്ദു തന്നെ വിളിച്ചാൽ മതി. നീ ചെയ്തു കൂട്ടിയ ഓരോ ക്രിമിനൽ തരവും പുറത്തു വന്നു. അനഘയെ ചതിച്ചിട്ട് അനഘയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് ആ കുറ്റം ആദർശേട്ടനും നയനേച്ചിയും ഏറ്റെടുത്തപ്പോൾ അവരെ കിട്ടിയ അവസരം മുതലെടുത്ത് നവ്യച്ചിയുടെ മുന്നിലിട്ട് അവരെ രണ്ടുപേരെയും നീ കുറ്റക്കാരാക്കിയില്ലേ? അതിനൊക്കെയുള്ള ശിക്ഷ എല്ലാം കൂടെ ചേർത്ത് തന്നെയാണ് നിനക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നവ്യ വരിക. എന്താ ചേച്ചി, എന്ത് വേണം? ഞാൻ അബിയെ ജാമ്യത്തിൽ ഇറക്കാനാണ് വന്നത്. ജാമ്യത്തിൽ വിടാൻ പറ്റില്ല ചേച്ചി എന്നും നന്ദു. അത് കേട്ടതും അതെന്താ പറ്റാത്തത്? എൻ്റെ ജാമ്യത്തിൽ വിടാം. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇവന് ജാമ്യമില്ല കേസ് വകുപ്പാ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ജാമ്യം പോലും കിട്ടില്ല എന്നും നന്ദു പറയുക. ഈ സമയം ഞാൻ അച്ഛനും അമ്മയും കണ്ട് സംസാരിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ നേരെ വീട്ടിലേക്ക് ചെല്ലുക. ഈ സമയം നന്ദു നയനൊക്കെ അവിടേക്ക് വന്നു. എന്താ മക്കളെ, എന്താ പ്രശ്നം? അബിയെ അറസ്റ്റ് ചെയ്തു വച്ചാ? എനിക്ക് അബിയെ വേണം. അവനില്ലാത്തൊരു ജീവിതം എനിക്കൊന്ന് ചിന്തിക്കാൻ കൂടെ കഴിയില്ല. എൻ്റെ ചേച്ചി, അവനൊരു പക്ക ക്രിമിനലാ. നമ്മുടെ കുടുംബത്തെ ചതിച്ചവനാ. നമ്മുടെ കുടുംബത്തിന്റെ രക്തം അല്ലാത്തത് കൊണ്ടല്ലേ
അവൻ അങ്ങനെ ചെയ്തത്? അവൻ അനാഥനാണെങ്കിൽ ഞാനും അനാഥ തന്നെയാ. ആ വീട്ടിൽ എനിക്കും ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർക്കെതിരെ തിരിയാൻ എനിക്കും പറ്റും. എൻ്റെ അബിയെ പുറത്തു വിട്ടില്ലെങ്കിൽ ഞാൻ പലതും ചെയ്തു എന്ന് വരും. മനസ്സിലാക്കിക്കോ. അത് കേട്ടതും ചേച്ചിക്ക് അവനെ കുറിച്ച് അറിയില്ല. അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് ചേച്ചിയുടെ മുൻപിൽ തെളിവ് സഹിതം നിരത്താം. ഇതുപോലൊരു അനിയത്തിമാര് ശത്രുക്കൾക്ക് പോലും ഉണ്ടാവരുത് എന്നും പറഞ്ഞ് നവ്യ നെഞ്ചത്തടിച്ച് കരയുവാണ്. അപ്പൊ ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ വന്ന എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.